Hello guys, welcome back to shini'skitchen. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ചിക്കൻ കബ്സ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ കബ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസസിലേക്ക് ചിക്കന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പാകത്തിനുള്ള ചിക്കൻ മസാല കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇത് മാഗ്നേഷനായിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ ഒരു പാനിലേക്ക് 3 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മളിതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഈ വെള്ളം വെച്ച് കൊടുക്കണം. നമുക്കൊരു കുക്കറിൽ അല്പം ഓയിൽ ഊറ്റണം. അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ല തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, ഒരു ഫുൾ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 3-4 പിഞ്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ചില്ലിയുടെ പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ടൊമാറ്റോയുടെ പ്യൂരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മാഗ്നേഷന് വെച്ച ചിക്കൻ പീസസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. മല്ലിയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. നമ്മളത് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിടണം. നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കന് പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിക്കുകയാണിത്. അപ്പം ഞാനിത് വെയിറ്റ് വെക്കാതെയാണ് കുക്കർ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊരു 3/4 ഭാഗത്തോളം ചിക്കൻ കോരിയെടുക്കണം. ഞാനിതൊരു പാനിലേക്കാണ് വെക്കുന്നത്. ഗ്ലാസ് വെള്ളം ചിക്കനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് നമ്മളിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3/4 പാത്രം നമ്മൾ കോരിയതിന് ശേഷം ആ ചിക്കൻ്റെ വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബാണ്. അതിനുശേഷം ഒരു ഉണക്കനാരങ്ങ കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 2 ഗ്ലാസ് ബിരിയാണി അരിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫുള്ളിലൊന്ന് ഹാഫിലൊന്നാണ് ഇതിന് വിസിൽ അടുപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കോരി വെച്ച ചിക്കൻ പീസസ് ആണിത്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുവാണ്.
ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ആദ്യത്തെ വിസിൽ വരാൻ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും നമുക്ക് വിസിൽ വന്നു കഴിഞ്ഞു. അപ്പം ഇവിടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ നമ്മൾ ഒനിയൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ മണമാണ്, അടിപൊളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ കബ്സ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.